നിന്റെ പ്രാർത്ഥന യഥാർത്ഥമായി നിന്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവ ഇഷ്ടത്തിനകത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിനക്ക് മറുപടി ഉണ്ടാകും. ഞാൻ കുറേ നാളായിട്ട് ഈ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെ ഇതിനകത്തൊരു മറുപടി ഉണ്ടാകുന്നില്ല. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ആ ചോദിച്ചത്, ആ പ്രാർത്ഥിച്ചത് എൻ്റെ ഇഷ്ടമാണോ അതോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? വിശ്വാസത്തിൽ ഇറങ്ങിയ സമയം ഒന്ന് നോക്കണം. സ്നാനപ്പെട്ട ദിവസവും ഓർക്കണം. ഈ പുസ്തകം എടുത്തുകൊണ്ട് ചർച്ചയിൽ വന്ന ആദ്യത്തെ ദിവസം ആ പായിക്കകത്ത് വന്നിരുന്നില്ലേ, ആ ദിവസത്തെ ഒന്ന് റിവൈൻഡ് അടിച്ച് കാണണം. അവിടെ നമുക്ക് കാണാൻ പറ്റും ദൈവഹിതത്തിന് വേണ്ടി നിന്ന ഒരാളിനെ അവിടെ കാണാം. കുറേ നാൾ കഴിഞ്ഞു, കുറേ നാൾ പിന്നിട്ടു, കുറേയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയി, കുറേ കേട്ടറിവും കണ്ടറിവുകളും ഒക്കെ ആയി. ഇപ്പൊ ആ ദൈവഭയമോ ആ പഴയ പോലത്തെ പ്രാർത്ഥനയോ ഏൽപ്പിച്ചു കൊടുക്കലോ കാത്തിരിക്കാനുള്ള ക്ഷമയോ പലർക്കും ഇല്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു തോറ്റവനല്ല. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ജയിച്ചവനാ. ഞാനൊരു വാക്ക് നിന്റെ മേളിൽ റിലീസ് ചെയ്യാം. നീ അവന്റെ ഇഷ്ടത്തിന് നിന്നാൽ നിന്നെയും അവൻ ജയിപ്പിക്കും. നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ, ബന്ധുമിത്രാദികളുടെ ഇടയിൽ, ചാർച്ചക്കാരുടെ ഇടയിൽ, നിന്റെ സമൂഹത്തിൽ ജയിച്ചവൻ നിന്നെ ജയിപ്പിക്കും.